നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. മൂലത്തെയും മൂലയിലാക്കി. ഒരു നാടിന്റെ മഹോത്സവമായ മൂലം ജലോത്സവത്തെ മലിനപ്പെടുത്തിയ സംഘാടക സമിതിക്ക് മാപ്പില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി, കളനാശിനി തളിച്ചു കരിഞ്ഞുണങ്ങിയത് നെൽച്ചെടികൾ. യഥാസമയങ്ങളിൽ കർഷകർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ കൃഷിഭവനുകൾ പരാജയം. മോദി സർക്കാരിന്റേത് മോഡിയില്ലാത്ത ബജറ്റ്. റെയിൽവേ ധനകാര്യ ബജറ്റുകൾ കേരളത്തെ തീർത്തും നിരാശപ്പെടുത്തിയെന്ന് കേരള കർഷക സംഘം സെക്രട്ടറി PV രാമഭദ്രൻ. രണ്ടാം ഹരിത വിപ്ലവത്തിനുള്ള ഒരുക്കമെന്ന നിലയിൽ മണ്ണ് മുതൽ വിപണി വരെ പല ഘട്ടങ്ങളിലുള്ള സർക്കാർ ഇടപെടൽ ബജറ്റിന്റെ പ്രത്യേകതയെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിലെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവള്ളംകളി ചരിത്രത്തിലാദ്യമായി ഉപേക്ഷിക്കേണ്ടി വന്നു. മൂലം ജലോത്സവം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ പിന്നിലെ കള്ളനാണയങ്ങൾ കപ്പലിൽ തന്നെയാണ്. ജലോത്സവ സമിതി ചെയർമാൻ കൂടിയായ RDOയും കുട്ടനാട് തഹസിൽദാരും റേസ് കമ്മിറ്റിയും പോലീസ് ഫോഴ്സും പൈതൃക വേദിയും ജലോത്സവ പ്രേമികളും ഒക്കെ ഉണ്ടായിട്ടും മൂലം ജലോത്സവം അപസ്വരങ്ങളുടെ വായ്ത്താരിയായി. ഇത്രയധികം സർക്കാർ സംവിധാനങ്ങളും ഒരു നാട് മുഴുവനും ഒപ്പമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മൂലം ജലോത്സവം മുടങ്ങിയത്? റേസ് കമ്മിറ്റിയുടെയും സംഘാടകരുടെയും പിടിപ്പുകേടും ബോട്ട് ക്ലബ്ബുകളുടെ താൻ പോരായ്മയും എന്നല്ലാതെ എന്താണ് ഇതിനുത്തരം? മത്സര തുഴച്ചിൽ നടക്കേണ്ട 1250 മീറ്റർ നീളമുള്ള നദിയിൽ 3 ട്രാക്കുകൾ നിശ്ചയിച്ചിരുന്നെങ്കിലും കൊടിനാട്ടി വേർതിരിച്ചിരുന്നില്ല. കൊടികുത്താൻ ആളോ അർത്ഥമോ ഇല്ലാഞ്ഞിട്ടോ ട്രാക്കിന്റെ ആവശ്യകത അറിയാഞ്ഞിട്ടോ അല്ല അത് ചെയ്യാതിരുന്നത്. മൂലം ജലോത്സവത്തിന്റെ ആലോചനാ വേളയിൽ തന്നെ ഇക്കുറി പവലിയനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് പോയിന്റുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ തർക്കം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലെങ്കിലും ട്രാക്ക് വേർതിരിക്കേണ്ടതായിരുന്നു. ഇതുമൂലം കളി മുടങ്ങിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ആർക്കും ഒളിച്ചോടുവാനാവില്ല. ഒരേ സമയം തുഴയാവുന്ന 3 വള്ളങ്ങൾക്ക് കയറി കിടക്കാവുന്ന സ്റ്റാർട്ടിംഗ് ബോക്സ് സജ്ജീകരിച്ചിരുന്നു. ഇതിൽ 3ാം ഹീറ്റ്സിൽ ഒന്നാമതെത്തിയ പായിപ്പാടും 2ാം ഹീറ്റ്സിലെ ഒന്നാമൻ ശ്രീഗണേഷും 1ാം ഹീറ്റ്സിലെ ഒന്നാമൻ ചമ്പക്കുളം എന്നിങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. അതാത് ട്രാക്കുകൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരിക്കെ അതിനോട് സഹകരിക്കാത്ത വള്ളങ്ങളെ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെ ശക്തമായ തീരുമാനമെടുക്കാൻ ആണത്തമുള്ളവരാരും ഉണ്ടായില്ല. ചീഫ് സ്റ്റാർട്ടർ AV മുരളിയുടെയും സ്റ്റാർട്ടർ K മോഹൻലാലും 1.5 മണിക്കൂറിലധികം കിണാഞ്ഞു പരിശ്രമിച്ചിട്ടും അതിന് തയ്യാറാകാത്ത ക്ലബ്ബുകളെ അയോഗ്യത കൽപ്പിച്ച് മത്സരം നടത്തുക തന്നെ വേണമായിരുന്നു. അതുമല്ലെങ്കിൽ ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമതെത്തിയ വള്ളത്തിന് രാജപ്രമുഖ ട്രോഫി സമ്മാനിക്കുകയെങ്കിലും ചെയ്ത് ഈ ഒരു വലിയ നാണക്കേട് ഒഴിവാക്കേണ്ടതായിരുന്നു. മൂലം ജലോത്സവത്തിന്റെ സ്റ്റാർട്ടറും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ശ്രീ മോഹൻലാൽ ഈ വിഷയത്തെപ്പറ്റി KCV വാർത്തകളോട് പ്രതികരിക്കുന്നു. പായിപ്പാട്, ചമ്പക്കുളം, ശ്രീഗണേഷ് 3 വള്ളങ്ങൾ. ഈ 3 വള്ളങ്ങളാണ് ഫൈനലിലെത്തിയത്. ഫൈനലിലെത്തുമ്പോഴത്തേക്ക് അവരെ ഒരു ട്രാക്കിൽ കിടന്നു. 1ാം ട്രാക്കിൽ 3 വള്ളങ്ങളും 1ാം ട്രാക്കിൽ കിടന്നു. 1ാം ട്രാക്ക്, 2ാം ട്രാക്കിൽ ശ്രീഗണേശ്, 3ാം ട്രാക്കിൽ ചമ്പക്കുളം. ശ്രീഗണേശന് കടന്നു വരാനുള്ള അവസരം അവരുണ്ടാക്കിയിട്ടില്ല. അവിടെ 1.25 മണിക്കൂർ നേരം സ്റ്റാർട്ടർമാർ ആ വള്ളങ്ങളെ വിളിച്ചിട്ട് അവരനുസരിച്ചിട്ടില്ല. അതിനുശേഷം RDO ഞങ്ങൾ വിവരം അറിയിച്ചു. RDO വന്നിട്ട് മത്സരം ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു, വള്ളക്കാരോട് സംസാരിക്കാൻ പറഞ്ഞു. വള്ളക്കാരോട് സംസാരിച്ചിട്ട് അവർ അംഗീകരിച്ചില്ല. 2 വള്ളം, ഒന്ന് പായിപ്പാടും ഒന്ന് ചമ്പക്കുളവും അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് വള്ളങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. വീണ്ടും സ്റ്റാർട്ടർ നേരത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കൊടുത്തു. ഞാൻ അവരോട് പോയി വ്യക്തിപരമായി സംസാരിച്ചു. അതിനുശേഷം ഒരു വള്ളം മാറ്റി 2 വള്ളം സ്റ്റാർട്ടിങ്ങിൽ മുന്നോട്ടിട്ടിരിക്കുകയാണ്. ഒരു വള്ളം സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്നു സൗകര്യത്തിന്. അവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ട് അതും കഴിയത്തില്ല. ഈ വള്ളം കടന്നു പോകുന്നില്ല, വള്ളം ഇറങ്ങി കിടക്കുകയാണ്. 2 വള്ളവും സ്റ്റാർട്ടിങ്ങിലെ ട്രാക്കിലല്ല കിടക്കുന്നത്. 3ാം ട്രാക്കിൽ കിടക്കേണ്ട വള്ളം 1ാം ട്രാക്കിൽ കിടക്കുന്നു. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയായിരുന്നു പുകില്? സൊസൈറ്റി കടവിൽ തന്നെ ഫിനിഷിംഗ് പോയിന്റ് വേണമെന്ന് ഒരു കൂട്ടർ, വേണ്ടെന്ന് മറ്റൊരു കൂട്ടർ, സംഘടനമുണ്ടാകുമെന്ന് വിജിലൻസ്, അതിനല്ലേ പോലീസും പട്ടാളവുമെന്നൊക്കെ മറ്റൊരു കൂട്ടർ. എന്തായാലും മത്സരം വേണ്ടെന്ന കളക്ടറുടെ തീരുമാനമായതോടെ എല്ലാവരുടെയും പത്തി മടങ്ങി. ജനരോഷം ഭയന്ന എങ്ങനെയും കളി നടന്നാൽ മതിയെന്നായി. ഒടുവിൽ അതിപ്പോ ഇങ്ങനെയുമായി. 400 വർഷത്തെ പാരമ്പര്യം, ചരിത്ര പശ്ചാത്തലം, സാംസ്കാരിക പെരുമ, മൂലം ജലോത്സവത്തിന്റെ വിശേഷണങ്ങളെല്ലാം പമ്പയാറ്റിൽ ഒലിച്ചുപോയി ഒറ്റ ദിവസം കൊണ്ട്.
പ്രതികരണവുമായി പൈതൃക സമിതിയെയോ മറ്റേതെങ്കിലും സംഘടനകളെയോ കണ്ടതുമില്ല. BJPയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ പിന്തുണച്ച പൈതൃക വേദിയുടെ വാശിക്ക് വഴങ്ങി ഫിനിഷിംഗ് പോയിന്റ് നീട്ടിയത് മൂലമാണ് ഇക്കൊല്ലത്തെ മൂലം വള്ളംകളിയുടെ ഫൈനൽ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇക്കുറി ഈ ഫിനിഷിംഗ് പോയിന്റ് നീട്ടിയത് എന്ത് ആചാരത്തിന്റെ പേരിലാണ്? ജില്ലാ കളക്ടർ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്, ഏതെങ്കിലും ആചാരം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുവാൻ പൂർണ്ണമായി ജില്ലാ ഭരണകൂടം തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. മൂലം ജലോത്സവ മത്സര വള്ളംകളി നടക്കാതിരുന്നതിന് കാരണക്കാരായ പിടിപ്പില്ലാത്ത സംഘാടകർക്കെതിരെ അന്വേഷണം നടത്തണം. റേസ് കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വള്ളംകളിയുടെ നിയമാവലിയെ തന്നെ ചോദ്യം ചെയ്ത ബോട്ട് ക്ലബ്ബുകൾക്കെതിരെയും അന്വേഷണം ആവശ്യമാണ്. ബോട്ട് ക്ലബ്ബ് അസോസിയേഷനും ഉചിതമല്ലാതെ പെരുമാറിയ ക്ലബിനെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാവണം. വരാനിരിക്കുന്ന നെഹ്റു ട്രോഫി അടക്കമുള്ള മത്സര വള്ളംകളികളിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് അവരെ അയോഗ്യരാക്കുകയും വേണം. അത് കുട്ടനാടൻ ജനതയുടെ വികാരമാണ്, ആവശ്യമാണ്. കേരള ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കുട്ടനാട് ബോട്ട് ക്ലബ്ബ് ക്യാപ്റ്റനുമായ ശ്രീ ബൈജു ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്നു. 3 ട്രാക്കിലൂടെയാണ് മൂലം വള്ളംകളി ചരിത്രപരമായിട്ട് പണ്ട് മുതലേ കടന്ന് വന്നുകൊണ്ടിരുന്നത്. അവിടെ പാലം പുതുതായി പണിത് വന്നപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് സംവിധാനത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നു. അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 3 ട്രാക്കിലൂടെ ഇത് കൃത്യമായി കടന്നു വരുന്നതിന് ട്രാക്കിംഗ് സംവിധാനം ഉണ്ടാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്. ആ നടത്തിപ്പുകാരുടെ ഭാഗത്തുനിന്ന് ഉചിതമായ ആ നീക്കം ഉണ്ടായില്ല. അവിടെ വളവും തിരിവുള്ളതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളിലും വള്ളങ്ങൾ ട്രാക്ക് തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂട്ടിപ്പിടിക്കുകയും അടിയും പിടിയിലും കലാശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് സംഘാടകർ കൃത്യമായ ഒരു നടപടിക്രമം നീക്കിയില്ല എന്നുള്ളതാണ് അവിടെ വന്ന ഏറ്റവും വലിയ പാളിച്ച. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 3 ട്രാക്കായിട്ട് പോളുകൾ ഇട്ടിട്ട് തിരിച്ചു തന്നെയാണ് വള്ളം വിടേണ്ടത്. എല്ലാ വർഷവും അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ വർഷം അത് നടത്തിയില്ല എന്ന് മാത്രമല്ല, പകരം കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരുപാട് ഒഴുക്കുള്ള സമയത്ത് മൂലം വള്ളംകളിക്ക് ഇതിൻ്റെ പ്രായോഗികമായ തടസ്സമുണ്ട്, പോളാറ്റിൽ നാട്ടുന്നതിന്. പക്ഷേ ഈ വർഷം ഒഴുക്കില്ലായിരുന്നു, അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു, മഴയില്ലായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നിട്ട് പോലും കൃത്യമായിട്ട് ട്രാക്ക് തിരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ അപാകതയായിപ്പോയി. ഒരു നാടിന്റെ മഹോത്സവത്തെ തന്നെ മലിനപ്പെടുത്തിയവർക്ക് മാപ്പില്ല. പഴയ പ്രൗഢിയോടെ വൈകാരികമായ ആഭിമുഖ്യത്തോടെ നമുക്കിനിയും മൂലക്കാഴ്ച ഒരുക്കുവാനാവുമോ? എത്രയെത്ര ജലകേളികൾക്ക് കളിയരങ്ങായ പമ്പയാറ്റിലെ കുഞ്ഞോളങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. വാസുദേവപുരം തന്നിൽ വാണരുളും ജഗന്നാഥൻ വാസുദേവൻ കനിവോടെ തുണച്ചിടേണം. മൂലം കളി തുടർന്നും നടക്കുവാൻ വാമദേവൻ ഭഗവാനും വരം നൽകണം. മറ്റൊരു വഴിയുമില്ലെന്നാണ് അവരുടെയും മറുപടി. മൂലം ജലോത്സവ സംഘാടക സമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് ജലോത്സവത്തിന്റെ പടിക്കൽ കൊണ്ട് കലമുടച്ചതും ഫൈനൽ മത്സരം ഇല്ലാതാക്കിയതും. എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചവരാകട്ടെ ഇപ്പോൾ രംഗത്തുമില്ല. ക്യാമറമാൻ ജിമിച്ചിനൊപ്പം സാനു, KCV ന്യൂസ്. കളനാശിനി തളിച്ചപ്പോൾ കരിഞ്ഞുണങ്ങിയത് നെൽച്ചെടികൾ. പൊങ്ങ പൂപ്പള്ളി പാടശേഖരത്തെ ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് ഇത്തരത്തിൽ കരിഞ്ഞുണങ്ങുന്നത്. കളനശീകരണത്തിനായി കർഷകർ തളിച്ച കളനാശിനി 25 ദിവസം പ്രായമെത്തിയ നെൽച്ചെടികളെ ദോഷകരമായി ബാധിച്ചു. ടക്കുമിയും ആൽമിക്സും സമാസമം ചേർത്താണ് കളനാശിനിയായി തളിച്ചത്. എന്നാൽ കളയ്ക്ക് പകരം നശിച്ചത് നെൽച്ചെടികളാണെന്നതാണ് മറ്റൊരു വസ്തുത. ഓരോ കൃഷി സീസണിലും വിവിധ പേരുകളിലായി വിഷക്കമ്പനികൾ കാർഷിക മേഖലയിൽ എത്തിക്കുന്ന കീടനാശിനികൾ കമ്പനികളുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. ടക്കുമി 140 മില്ലി ഒരേക്കറിന് അടിച്ചു. ആൽമിക്സ് 1.5 പാക്കറ്റ് വെച്ച് അടിച്ചു. കളയ്ക്ക് യാതൊരു മാറ്റമില്ല. പക്ഷെ നെൽച്ചെടി വാടി കുഴപ്പത്തിൽ നെൽച്ചെടി നശിക്കുന്നു. കളയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കള. ഈ വിഷക്കമ്പനികൾ ഏറ്റവും വലിയ കൊള്ള കാണിക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് വിഷക്കമ്പനികൾ. കാരണം ഇത് നമുക്ക് രുചിച്ചു നോക്കാൻ അറിയാൻ മേല, മറ്റ് യാതൊരു വിധത്തിലും അറിയത്തില്ല. അവർ പറയുന്നത് ചെയ്തോ അടിച്ചോ ഇന്നപോലെ അടിച്ചോ ഉടനെ കിട്ടുമെന്ന് പറയും. ഒരൊറ്റ വിഷത്തിന് പോലും ഇവർ പറയുന്നതിൻ്റെ 4-1 റിസൾട്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% കറക്റ്റാണ്. ഇതിന് സത്യത്തിൽ ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സർക്കാർ ലെവലിലാണ്. കാരണം ഇതിനെപ്പറ്റി ആദ്യം അവർ ഗവേഷണത്തിൽ റിസർച്ച് ചെയ്തിട്ട് എന്നിട്ട് മാത്രമേ മരുന്ന് വിതരണം ചെയ്യത്തുള്ളൂ. ഒരു റിസർച്ചിൽ ഒന്നുമില്ല. കാണുന്നവരെല്ലാം മൈദാമാവാണോ ഗോതമ്പാണോ കലക്കി തരുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവരും കമ്പനിക്കാർ കോടീശ്വരന്മാരാകുന്നുണ്ട്, പാവപ്പെട്ട കൃഷിക്കാരൻ ഇവിടെ തെണ്ടികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സമയത്ത് ഈ കർഷകർ തന്നെ ആരോപിച്ചിട്ടുണ്ട്, പല വിഷക്കമ്പനികളും ഇറക്കുന്ന ഒരേ സൈസ് സാധനം തന്നെ പേര് മാറ്റി ഓരോ സീസണിലും ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു ആരോപണമുണ്ട്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? 100% കറക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന നേരത്തെ വന്ന പല വിഷങ്ങളുണ്ട്. ഈ വിഷങ്ങളെല്ലാം തന്നെ ഇതിന്റെ കണ്ടൻസ് എല്ലാം ഒന്നാന്നാണ് പറഞ്ഞത്. പക്ഷേ പുതിയ പാക്കുകളിലും പുതിയ ലേബലുകളിലും ഇറങ്ങിയിട്ട് പാവപ്പെട്ട കൃഷിക്കാരനെ പറ്റിച്ചേക്കുക. അല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യമില്ല. കളനാശിനി കഴിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള വ്യക്തമായി കണ്ടെത്തി നോക്കിയാൽ കാണാം. കാരണം നെല്ല് മുഴുവൻ ഇന്ന് സ്വർണത്തിന്റെ കള ഉണങ്ങി വാടി വശകടായി കിടക്കുക. കള മാത്രമേ പച്ചാട്ടിപ്പുള്ളൂ. ദിവസവും 365 ദിവസം ജോലി ചെയ്ത് ഈ നെൽപ്പാടത്ത് തന്നെ കിടക്കുന്ന ആളുകളാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിഷമടിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. വിഷക്കമ്പനികൾ പൈസ അടിക്കുന്നതല്ലാതെ കർഷകർക്ക് യാതൊരു ഗുണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല.
എല്ലാ വർഷവും ഓരോരോ കുപ്പികളിലാക്കി അവർ പല പേരുകൾ അർപ്പിച്ച് ഇത് മുഴുവൻ പോസ്റ്റർ അടിച്ച് നോമിനി ഗോൾഡ്, മറ്റേ ഗോൾഡ്, മറിച്ച ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് രൂപ മുടക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. 10-22 ദിവസമായ നെൽച്ചെടിക്ക് ഇപ്പോഴും ഞങ്ങൾ ഡോസ് കൂട്ടി മരുന്നടിച്ചുകൊണ്ടിരിക്കുക. കള ഒരു തുള്ളി നശിച്ചിട്ടില്ല. കൃഷിഭവനുകളിൽ നിന്നും കൃത്യമായ ഉപദേശം കർഷകർക്ക് ലഭിക്കാത്തതാണ് അശാസ്ത്രീയമായ കള കീടനാശിനി പ്രയോഗങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായത്. മോദി സർക്കാരിന്റെ 2 ബജറ്റുകളും കേരളത്തെ നിരാശപ്പെടുത്തുന്നതാണെന്ന് കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി PV രാമഭദ്രൻ. റെയിൽവേ ബജറ്റിലും ധനകാര്യ ബജറ്റിലും കേരളത്തെ തീർത്തും അവഗണിച്ചു. കാർഷിക മേഖലയെയും പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. കുട്ടനാട് പാക്കേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതേയില്ല. രാസവളവില ഇപ്പോൾ തന്നെ താങ്ങുവാനാവാത്ത അവസ്ഥയിലാണ്. ഇനിയും വില വർദ്ധിച്ചാൽ കൃഷിച്ചെലവ് താങ്ങാനാവാതെ കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും രാമഭദ്രൻ പറഞ്ഞു. ഇപ്പൊ തന്നെ രാസവളത്തിന്റെ അമിതമായ വില കൃഷിക്കാരന് താങ്ങാൻ ആകുന്നതിലേറെയാണ്. രാസവളത്തിന് നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാമമാത്രമായ സബ്സിഡികൾ കൂടി നിർത്തലാക്കിയാൽ രാസവളത്തിന്റെ വില കണ്ടമാനം കുതിച്ചുയർന്ന് കൃഷിക്കാരൻ ഒരിക്കലും ഒരു വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ കൃഷി തന്നെ ഇല്ലാതാകും. കൃഷിച്ചെലവ് അമിതമായി വർദ്ധിച്ച് കൃഷിയില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഭാവിയിൽ അതിന് ഇടയാക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ പുതിയ കേന്ദ്ര ഗവൺമെൻറ് ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റ്, ആ 2 ബഡ്ജറ്റുകളിലും, ഒന്ന് റെയിൽവേ ബഡ്ജറ്റും മറ്റൊന്ന് ധനകാര്യ ബഡ്ജറ്റും, ഈ 2 ബഡ്ജറ്റിലും കേരളത്തെ പാടെ അവഗണിച്ചു. മംഗോപ്പിൽ KC വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പൊതു പ്രതീക്ഷകൾക്കനുസരിച്ച് കേന്ദ്ര ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായില്ലെങ്കിലും കാർഷിക മേഖലയ്ക്ക് ഉണർവും കർഷകർക്ക് പ്രതീക്ഷയും നൽകുന്ന ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ. 2ാം ഹരിത വിപ്ലവത്തിനുള്ള ഒരുക്കമെന്ന നിലയിൽ മണ്ണു മുതൽ വിപണി വരെ പല ഘട്ടങ്ങളിലുള്ള സർക്കാർ ഇടപെടലുകൾ ബജറ്റിന്റെ പ്രത്യേകതയാണ്. കാർഷിക മേഖലയുടെ അടിസ്ഥാന വികസനം, സോയിൽ ഹെൽത്ത് കാർഡ്, മൊബൈൽ മണ്ണു പരിശോധന ലബോറട്ടറി, വിലസ്ഥിരത ഫണ്ട്, ചെറുകിട കർഷകർക്ക് പ്രൊഡ്യൂസേഴ്സ് സംഘങ്ങളും കർഷക ചന്തകളും, ശാസ്ത്രീയമായ കാർഷികോൽപ്പന്ന സംഭരണശാലകൾ, 8 ലക്ഷം കോടിയോളം രൂപയുടെ കാർഷിക വായ്പ, കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 3% പലിശ സബ്സിഡി, ഭൂരഹിത കർഷകർക്ക് വേണ്ടി 5 ലക്ഷം ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹനം, നാടൻ കന്നുകാലികളുടെ വംശവർധന, അങ്ങനെ കർഷക സൌഹൃദങ്ങളായ നിരവധി പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഗതാർഹമാണ് എന്നും ഫാദർ പീലിയാനിക്കൽ അഭിപ്രായപ്പെട്ടു. അതേസമയം കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ 3% പലിശ സബ്സിഡി അതേപടി ആവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ 7.5 ലക്ഷം കോടിയുടെ കാർഷിക വായ്പ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 8 ലക്ഷം കോടിയോടടുത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൃഷിച്ചെലവ് വർദ്ധിക്കുന്നതിനൊപ്പം 5 ലക്ഷം പാട്ട കർഷക സംഘങ്ങൾക്ക് കൂടി വായ്പ നൽകേണ്ടി വരുന്നതിനാൽ കാർഷിക വായ്പ 9 ലക്ഷമായി ഉയർത്തേണ്ടതായിരുന്നു. ഉയർന്ന പാട്ടത്തുക കൊടുക്കേണ്ടി വരുന്നതിനാൽ ഭൂരഹിതരായ കർഷക സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പലിശരഹിത വായ്പയും അനുവദിക്കേണ്ടതായിരുന്നു. കൂടുതൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിൽ നിന്നുപോയ 2 ലക്ഷം ഹെക്ടർ നെൽഭൂമി കൃഷിയോഗ്യമാക്കാൻ നെൽഭൂമി പുനരുജ്ജീവന മിഷന് രൂപം നൽകുകയും കേന്ദ്രം അതിനാവശ്യമായ പണം നിക്ഷേപിക്കുകയും ചെയ്യണമെന്ന കുട്ടനാട് വികസന സമിതിയുടെ നിർദ്ദേശം പരിഗണിക്കപ്പെട്ടില്ല. കുട്ടനാട് ഇടുക്കി പാക്കേജുകൾ കേന്ദ്ര സർക്കാരുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം ബജറ്റിൽ കണ്ടില്ല. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജനം നടപ്പിലാക്കിയാൽ മധ്യ തിരുവിതാംകൂറിലെ കാർഷിക മേഖലയാകെ തകരും എന്ന് കൃഷിക്ക് മുൻതൂക്കം നൽകുന്ന കേന്ദ്ര സർക്കാർ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഫാദർ പീലിയാനിക്കൽ പറഞ്ഞു. കുട്ടനാടൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കിസാൻ ജനത സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും നിവേദനം നൽകാൻ തീരുമാനിച്ചതായി കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളിയനാട് മാത്തച്ചൻ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കൈകാര്യ ചെലവ് 10 വർഷം മുന്നേ 12 രൂപയാണ്. ഇന്നും ആ 12 രൂപയാണ് കൊടുക്കുന്നത്. അത് അടിയന്തരമായി 1 കിൻഡൽ നെല്ല് കൈകാര്യ ചെലവിന് വേണ്ടി 100 രൂപ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാക്കണം. കേരളത്തിൽ നിന്നും സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ തുക വിതരണം ചെയ്യുവാൻ കാലതാമസം ഉണ്ടാക്കിയതിന് കാരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ പിടിപ്പുകേടാണെന്ന് വെളിനാട് മാത്തച്ചൻ പറഞ്ഞു. മംഗോപ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM തകഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK ചന്ദ്രാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. എടത്വ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി D ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് തോമസ്, K പ്രകാശ്, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, VK വിജയൻ നായർ, KV മാത്യു എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തെയും അതിനെ നയിച്ചിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തകർക്കാനുള്ള ശാസ്ത്രീയങ്ങളുടെയും പ്രധാനികളുടെയും കൂടെ നീക്കത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രവർത്തനം ആരംഭിച്ചു. ആ സന്ദർഭത്തിൽ 20 വയസ്സോളം മാസപ്രായമായിട്ടുള്ള 1945-46 കാലഘട്ടത്തിൽ അന്ന്
അന്ന് സംഘടിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞ സായുധ പോരാട്ട സംഘടനകളുണ്ട്. വ്യാപകമായിട്ട് അമ്പലപ്പെടുത്താത്ത കാര്യത്തിലുള്ള കലാസാംസ്കാരിക മേഖലയ്ക്കായി ബജറ്റിൽ 1% തുക വകയിരുത്തണമെന്ന് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. രാമങ്കരി സപ്തസ്വര സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണ്ണം ഉദ്ഘാടനം ചെയ്തു. നിറം രാജൻ അധ്യക്ഷനായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കേരള വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഞായറാഴ്ച ആലപ്പുഴയിൽ നടക്കും. നഗരചിത്രത്തിൽ രാവിലെ 10 നടക്കുന്ന പരിപാടിയിൽ കേരള വഞ്ചിപ്പാട്ട് സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വഞ്ചിപ്പാട്ട് സംഘങ്ങളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേമ പെൻഷന്റെ വരുമാന പരിധി കുറച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സീനിയർ സിറ്റിസൺ ഫോറം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. EMS സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിനെ തുടർന്ന് നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് N ഗോപിനാഥൻ പിള്ള അധ്യക്ഷനായി. EV ശശിധരൻപിള്ള, MH വിജയൻ, MB ശാന്തപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സംസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും പ്രവർത്തിക്കുന്ന വയോജനങ്ങളുടെ ഒരേ ഒരു സംഘടന നമ്മുടെ സംഘടനയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം അംഗങ്ങൾ നമ്മുടെ സംഘടനയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. മുല്ലയ്ക്കൽ ജൂവൽ ഹാളിൽ നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ DCC പ്രസിഡന്റ് A ശുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. മാവേലിക്കര നഗരസഭാ ചെയർമാൻ AR മുരളീധരൻ, MS ചന്ദ്രബോസ്, ബാബു ജോർജ്, ഇന്ദുചൂടൻ തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് പൊളിങ്കുന്നിൽ 2 വീടുകൾ തകർന്നു. സഹോദരങ്ങളുടെ വീടുകളാണ് ശനിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ മഴയിൽ ഭാഗികമായി തകർന്നത്. പുളിങ്കുന്ന് പഞ്ചായത്ത് 8ാം വാർഡിൽ ഇരവാൻകുളം വീട്ടിൽ ചെല്ലപ്പൻ, മണിയൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. പുരയിടത്തിൽ നിന്നിരുന്ന മാവും ആഞ്ഞിലിയും വീടുകൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ ഷീറ്റ് തകർന്ന് പരിക്കേറ്റ മണിയൻ പുളിങ്കുന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു 2 മണി സമയത്ത് ഞങ്ങളുടെ വീടിന്റെ മേലോട്ട്, ഈ 2 വീടിന്റെ മേലോട്ട് ആഞ്ഞിലിയും മാവും വീണ് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ഇളയ കൊച്ചി അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ തോളയിൽ ചെറിയൊരു ഷീറ്റ് വീണതായിട്ട് മുറിവുണ്ടായി. 2 മണിയോട് കൂടിയാണ് ഈ സംഭവം. ഞാനിതിനകത്ത് ഈ കൈ വേദന എടുത്ത് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു.
ഇവിടെ പിള്ളേരാരും ഇതിനകത്തില്ലായിരുന്നു. പുളിങ്കുന്ന് കണ്ണാടി SNDP യോഗത്തിന്റെ നടപ്പന്തൽ കാറ്റിലും മഴയിലും തകർന്നു വീണു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടായ കാറ്റിൽപ്പെട്ടാണ് നടപ്പന്തൽ നിലംപൊത്തിയത്. 75,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ശാഖാ സെക്രട്ടറി PK ബാബു അറിയിച്ചു. ചങ്ങനാശ്ശേരി NSS താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗതല NSS ശതാബ്ദി മേള സംഘടിപ്പിച്ചു. മഞ്ചാടിക്കര 4273 നമ്പർ വിദ്യാധിരാജ കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് മറ്റപ്പള്ളി ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി M ശിവശങ്കരപിള്ള, യൂണിയൻ വൈസ് പ്രസിഡന്റ് VG ഭാസ്കരൻ നായർ, MN രാധാകൃഷ്ണൻ നായർ, ഡോക്ടർ ജഗദീഷ് ചന്ദ്രൻ, പ്രൊഫസർ S ശങ്കരനാരായണൻ, സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾ ഈ 3 ഘട്ടങ്ങൾ: കരയോഗങ്ങൾ നവീകരിക്കുക, യൂണിയനുകൾ നവീകരിക്കുക, സ്കൂളുകളും കോളേജുകളും അതിനോടൊപ്പമുള്ള നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും നവീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. രണ്ടാമതായി, ദ്രുതഗതിയിൽ നമ്മുടെ നിർമ്മാണങ്ങൾ നടന്നു വരുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ. ചങ്ങനാശ്ശേരി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഉടൻ തന്നെ പന്തളത്ത് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാം. കറുവച്ചാലിൽ നമ്മുടെ അഡിഷണൽ സെന്ററിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകും. നിലമ്പൂരിൽ ആയുർവേദ ആശുപത്രിക്ക് കല്ലിട്ട് അതിന്റെ പ്രവർത്തനം ഈ കഴിഞ്ഞ ദിവസം തുടങ്ങിക്കഴിഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപത മാതൃജ്യോതിസ് പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ അതിരൂപത നേതൃസംഗമം നടന്നു. ശനിയാഴ്ച ചങ്ങനാശ്ശേരി പാസ്റ്ററൽ സെന്ററിൽ നടന്ന സമ്മേളനം ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ഡയറക്ടർ ഫാദർ എബി ചങ്ങങ്കരി, ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി, ജോസ് കൈലാത്ത്, ലാലി ഇളപ്പുങ്കൽ, ബെറ്റ്സി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. IPS ലഭിച്ച ജേക്കബ് ജോബിനെ ചടങ്ങിൽ ആദരിച്ചു. നിരാശ എനിക്ക് തോന്നുന്ന തൊഴിലുകളിൽ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പ്രായമായ കുഞ്ഞുള്ള അമ്മ, 1.5 വർഷം പ്രായമായ കുഞ്ഞുള്ള അമ്മ, കുഞ്ഞില്ലാതെ 1 മാസം മാത്രം വിവാഹപ്രായമായ അമ്മ, ഭാര്യ, ഇവരൊക്കെ വിവാഹം എന്താണ് എന്ന് ചോദിച്ചിട്ട് പറയുവാൻ അവർക്ക് വാക്കുകളിൽ ഉത്തരം. മറ്റൊരു കാര്യങ്ങൾ പറയട്ടെ, ഈ അവസരത്തിന് വേണ്ടി യാത്രമായ സഭയിലുള്ള പെൺകുട്ടികൾ മണിയുടെ ഉത്തരമായതിലേക്ക് പോയി എന്റെ മുഖത്തിലുണ്ടാകുന്ന ഒരു അച്ഛൻ കണക്ക് പറയുകയാണ്. നമ്മുടെ കാറ്റഗിസം ഡയറക്ടറെ ഈ ഇന്റർവ്യൂ കൊണ്ടുപോയി വെക്കേണ്ടതായിരിക്കുകയാണ്. ഇനി ചരമവാർത്തകൾ. ചതുർത്ഥ്യാഗരി 25 ചിറ V ഗോപി നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3 വീട്ടുവളപ്പിൽ. കാവാലം ചെറുകര ചാത്തൻതറ ഗോപാലപിള്ള നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂലത്തെയും മൂലയിലാക്കി. ഒരു നാടിന്റെ മഹോത്സവമായ മൂലം ജലോത്സവത്തെ മലിനപ്പെടുത്തിയ സംഘാടക സമിതിക്ക് മാപ്പില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി, കളനാശിനി തളിച്ചു കരിഞ്ഞുണങ്ങിയത് നെൽച്ചെടികൾ. യഥാസമയങ്ങളിൽ കർഷകർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ കൃഷിഭവനുകൾ പരാജയം. മോദി സർക്കാരിന്റേത് മോഡിയില്ലാത്ത ബജറ്റ്. റെയിൽവേ ധനകാര്യ ബജറ്റുകൾ കേരളത്തെ തീർത്തും നിരാശപ്പെടുത്തിയെന്ന് കേരള കർഷക സംഘം സെക്രട്ടറി PV രാമഭദ്രൻ. രണ്ടാം ഹരിത വിപ്ലവത്തിനുള്ള ഒരുക്കമെന്ന നിലയിൽ മണ്ണ് മുതൽ വിപണി വരെ പല ഘട്ടങ്ങളിലുള്ള സർക്കാർ ഇടപെടൽ ബജറ്റിന്റെ പ്രത്യേകതയെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.